എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം ബസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാര്യവട്ടത്ത് തുണ്ടത്തിൽ മാധവ വിലാസം ഹയർ സെക്കൻഡറി സ്കൂൾ എന്നൊരു സ്കൂളുണ്ട്. വളരെ പഴക്കം ചെന്ന ഒരു സ്കൂളാണ്. 72 വർഷത്തോളം പഴക്കം ഈ സ്കൂളിനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ GSLV Mark-II ഒരു വമ്പൻ മോഡൽ ഈ സ്കൂളിൽ ഇനാഗുറേഷൻ ചെയ്തു. അപ്പോൾ ആ ഒരു വാർത്ത അറിഞ്ഞാണ് ഇവിടെ എത്തിയത്. നമ്മുടെ ISROയുടെ മുൻ ഡയറക്ടറായ ശ്രീ മാധവൻ നായർ സാറാണ് അതിൻ്റെ ഇനാഗുറേഷൻ നിർവഹിച്ചത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഈ GSLV മോഡൽ ഇവിടെ ചെയ്തത്. നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ ഇങ്ങനെ ഒരു സംഭവം വേറെ ഇല്ല. വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ശില്പി ഈ സ്കൂളിലെ തന്നെ ചിത്രകലാ അധ്യാപകനായ സുഭാഷാണ്. അപ്പോൾ സുഭാഷിനെ ഈ മോഡലിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് പ്രേക്ഷകരോടൊന്ന് സംസാരിക്കുന്നു. അപ്പോൾ നമസ്കാരം സുഭാഷ് സാർ. ഓക്കെ, അപ്പോൾ ഈ മോഡലിൻ്റെ മേക്കിങ്ങിനെ കുറിച്ചൊന്ന് പറയാമോ? വളരെ സന്തോഷവും അഭിമാനമൊക്കെ ഉള്ള തോന്നുന്നൊരു നിമിഷമാണ്. നമ്മൾ മാനേജർ സാർ, നമ്മുടെ സ്കൂളിൻ്റെ മാനേജറായിരുന്ന മോഹൻ സാറാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. സാറ് ഇങ്ങനെ ഞാൻ ഓൾറെഡി എൻ്റെ ചെറിയൊരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 22-24 അടി പൊക്കത്തി ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സാർ ഓൾറെഡി ഇത് കണ്ടായിരുന്നു. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ സ്കൂളിൽ ഇത് ചെയ്തുകൂടാന്ന് ചോദിച്ചു. ചെയ്യാൻ പറയും. അപ്പം അതിൻ്റെ നെക്സ്റ്റ് വീക്ക് മുതൽ പെട്ടെന്നായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പെട്ടെന്നായിരുന്നു. ചെയ്യാൻ തുടങ്ങിയൊക്കെ പെട്ടെന്നായിരുന്നു. ഏതാണ്ട് 2.5-3 മാസത്തിനുള്ളിൽ ഏതാണ്ട് ഓൾമോസ്റ്റ് എല്ലാം സ്പീഡപ്പായിരുന്നു. പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇത് ഭയങ്കരത്തോടെ എല്ലാം നന്നായി ചെയ്യാൻ സാധിച്ചു. പിന്നെ അതിൻ്റെ ഒരു GSLV മോഡലും അതിൻ്റെ റോവറും കൂടെ ഞാൻ അതിൻ്റെ ചെയ്തത് മെറ്റലാണ്. ജപ്പാൻ ഷീറ്റാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്തത്. ജപ്പാൻ ഷീറ്റാണ്. അതിപ്പോൾ 14 ഗേജിൻ്റെ ജപ്പാൻ ഷീറ്റാണ് യൂസ് ചെയ്തത്. പിന്നെ 2.5 ഇഞ്ചിൻ്റെ പൈപ്പും യൂസ് ചെയ്തിട്ടുണ്ട്. പൈപ്പും യൂസ് ചെയ്തിട്ടുണ്ട്. എത്ര സമയം എടുത്തു? എത്ര ദിവസം സമയം എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ മേക്കിങ്ങിന് തന്നെ 1.5-2 മാസത്തോളം എടുത്തു. ബേസ് അടക്കം എല്ലാം കംപ്ലീറ്റ് ചെയ്യാനാണ്. പിന്നെ അതിൻ്റെ പെയിൻറ്റിങ്ങും വർക്കുകളിൽ 2.5-3 മാസം എടുത്തു. പിന്നെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു അതിൻ്റെ ഉദ്ഘാടനമൊക്കെ. അപ്പോൾ പല കൊറോണയുടെ കാര്യങ്ങളൊക്കെ കാരണം പെട്ടെന്ന് താമസിച്ചു പോയി. ചെറിയ ഡിലേ വന്നായിരുന്നു. അപ്പോൾ വളരെ സന്തോഷം. അപ്പം ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ താങ്കളുടെ തന്നെ ജീവിതത്തിൽ
ഇതൊരു വലിയൊരു നാഴികക്കല്ലായിട്ട് തന്നെ ഇരിക്കട്ടെ. നമുക്കെന്നും അഭിമാനത്തോടെ പറയുവാനുള്ള ഒരു അതുമല്ല, നല്ല ഡ്യൂറബിൾ ആണ് അല്ലേ, കാലങ്ങളോളം നിലനിൽക്കുമല്ല. അത് മറ്റു കാലാവസ്ഥയുടെ പ്രശ്നമൊന്നും വരില്ല, ഒന്നുമല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം, വളരെ സന്തോഷം. Chairman of ISRO and Space Commission. And the management. Now I request the dignitary. വിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു ചിരകാല അഭിലാഷം പൂവണിയുന്ന ഈ അവസരത്തിൽ നമുക്ക് ഏറ്റവും വ്യക്തി നമ്മുടെ പ്രധാന അതിഥിയായി എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, രാജ്യം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ അവാർഡ് നൽകി ആദരം നൽകി. സ്കൂളിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഡോക്ടർ വിക്രമൻ നായർ സാർ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാവരുടെയും പേരിൽ ഇല്ലാതെ ഞാൻ സ്നേഹത്തോടെ നമ്മുടെ എല്ലാവർക്കും നന്ദി. ജയിക്കും Kumar sir to deliver presidential address. അത് സ്കൂളിൻ്റെ നല്ല പുരോഗതിയായിട്ടുള്ള ഒരു കുറേ നാൾ കഴിഞ്ഞപ്പോൾ സ്കൂളിന് ഒരു 1970 അവസാനങ്ങളിൽ ഈ സ്കൂൾ വളരെ പേര് കേട്ട അധ്യാപകരെല്ലാം സ്ഥലത്ത് അത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ പലരും ശ്രദ്ധിക്കും. തീർച്ചയായിട്ടും എൻ്റെ സ്കൂൾ കാലത്താണ്, അവിടെ നോക്കി എങ്ങും എത്തില്ല. പിന്നെ ഈ എൻജിനീയറിങ്ങിനൊക്കെ വളരെ അത്യാവശ്യം വേണ്ട കാര്യമാണ്. പിന്നെയാണ് മനസ്സിലാവും, എഞ്ചിനീയറിംഗ് കോളേജ് കയറിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഡ്രോയിങ്ങും ഇതുമായിട്ടുള്ള ബന്ധം പണ്ട് മുതലേ ഉള്ളതാണ്. ഒന്നുകൂടെ എൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞുകൊണ്ടേ, ഇവിടെ ഡോക്ടർ മോഹൻകുമാർ അദ്ദേഹത്തിൻ്റെ ജോലിയുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ജോലിയാണ്. അത് എടുത്ത് ചെയ്തെടുക്കാവുന്നല്ല, കുറച്ചുകൂടെ വേദിക്കായി നടക്കുവാൻ. പക്ഷെ ഒരു യൂണിവേഴ്സിറ്റി സംവിധാനത്തിലൊക്കെ ചെയ്തെടുക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് തന്നെ ഒരു വെതർ ഫോർകാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കും. അപ്പോൾ കുട്ടികൾ തന്നെ ക്ലൗഡ് ബേഴ്സും മറ്റൊക്കെ ഉണ്ടായി ലാൻഡ്സ്ലൈഡ് തീർത്തും അതിലേക്ക് കുറച്ചൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ളതാണ്. പണ്ട് കാലത്ത് ഒരു പത്രം വേണമെങ്കിൽ ഒരു ദിവസം കാത്തിരിക്കേണ്ട സ്ഥിതിയായിരുന്നു. ഇന്ന് ദൈവമൊക്കെ ഉപയോഗിച്ച് ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഇതിനിടയ്ക്ക് ധാരാളം കാര്യങ്ങൾ കഴിഞ്ഞു. എന്നാലും എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയ സപ്പോർട്ട് എനിക്ക് എൻ്റെ ശിക്ഷണം ആദരണീയമായിട്ടുള്ള ഡോക്ടർ ജി മാധവൻ നായർ അവരുടെ അദ്ദേഹത്തിൻ്റെ ഭാവന വാസ്തവത്തിൽ ആ തനിമയും അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. ജി മാധവൻ നായർ സാർ, നമ്മുടെ വിശിഷ്ട അതിഥി ജി വിക്രമൻ നായർ സാർ, നന്ദി അർപ്പിക്കാനായി ഇവിടെ ഇരിക്കുന്ന നമ്മുടെ HM ഗീത ടീച്ചർ, നമ്മുടെ സ്കൂളിലെ ഏറ്റവും അഭിമാനകരമായി ഈ ദിനത്തിൽ നമ്മോടൊപ്പം ആയിരിക്കുന്ന സ്വാഗതത്തിൻ്റെ ആശംസാ പ്രസംഗം നടത്തിയ വാർഡ് കൗൺസിലർ മാനേജറുമായ ഡോക്ടർ മോഹൻകുമാർ സർ, GSLVയുടെയും ചന്ദ്രയാൻ്റെ അനാച്ഛാദനവും ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ച
ആരാധ്യനായ മോഹൻകുമാർ സാറിൻ്റെ കഴിവ് തന്നെയാണെന്ന് ആർക്കും നിസ്സംശയം. Thank you, sir. ഒരു നല്ലൊരു തുടക്കമാകട്ടെ എന്ന് മാത്രമേ കിടക്കാതെ നല്ലൊരു തുടക്കം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത്ര ഗ്യാപ്പില്ലാതെ കഷ്ടപ്പെട്ടത്. കൂടുതൽ വർക്കുകൾ എന്ന് വെച്ചാൽ അതിന് ഗ്യാപ്പില്ലാതെ തന്നെ ഒരുപാട് വർക്കുകൾ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ്. പലപ്പോഴായിട്ട് കുട്ടികളെ കാണുന്നുണ്ടായിരുന്നു. ഞാൻ സമയമില്ല. ഈ രണ്ട് വർക്കുകൾ, ഈ റോവറും ലാൻഡറും ചെയ്യുന്ന സമയത്ത് Sitting on and off the dais, my dear parents, teachers, students. Science second year batch. Thank you so much. The next is consolation prize, science first year B batch, second year B batch. Two more prizes are there, consolation prizes. Humanities first year B batch. Rajashree teacher, please come. Okay, thank you. ഇത്രയും ഭംഗിയായി ഉദ്ഘാടനം നടന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും നന്ദി പറയുകയാണ് എൻ്റെ കർത്തവ്യം. പക്ഷെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഭാരത ഭാഗ്യ വിദാത പഞ്ചാബ് സിന്ധ് ഗുജമാഹേ ഗാഹേ തവ ജയ ഗാഥ ജയ ജയ ഹേ. നമ്മുടെ കേരളത്തിൽ ആദ്യമായി തന്നെ ഇത്രയും വലിയൊരു സംരംഭം ഒരു സ്കൂളിൽ ചെയ്യുന്നു എന്നുള്ളത് തന്നെ വളരെയധികം പ്രശംസനീയമായ ഒന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റു വിശേഷങ്ങളും കാണാക്കാഴ്ചകളുമൊക്കെയായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.